ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ ആഴ്ചഫലങ്ങൾ എന്ന വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് 27 നക്ഷത്രക്കാരുടെയും 30/3/2025 ഞായറാഴ്ച മുതൽ 5/4/2025 ശനിയാഴ്ച വരെ, അതായത് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 16 തീയതി മുതൽ മീനമാസം 22 വരെയുള്ള ആഴ്ചഫലങ്ങളാണ്. ഈ ആഴ്ചയിൽ 3/4/2025 വ്യാഴാഴ്ച, അതായത് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 20 തീയതി രാത്രി 1:54 ചൊവ്വ കർക്കിടകം രാശിയിലേക്ക് രാശി സംക്രമണം നടത്തുന്നുണ്ട്. ചൊവ്വ കർക്കിടകം രാശിയിൽ നിന്നും വക്രഗതിയിൽ മിഥുനം രാശിയിലേക്ക് പോയി വക്രഗതി കഴിഞ്ഞ് നേർഗതിയിൽ വീണ്ടും കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചന്ദ്രനും ചൊവ്വയും കൂടാതെ മറ്റ് ഗ്രഹങ്ങളാരും തന്നെ ഈ ആഴ്ചയിൽ രാശി പരിവർത്തനം നടത്തുന്നില്ല. ഇനി ഈ ആഴ്ചയിലെ സൂര്യോദയവും സൂര്യാസ്തമയവും അഭിജിത്ത് മുഹൂർത്തവും രാഹുകാലവും എപ്പോഴൊക്കെയാണെന്ന് നോക്കാം. ഈ ആഴ്ചയിൽ സൂര്യോദയം രാവിലെ 6:22 സൂര്യാസ്തമയം വൈകിട്ട് 6:35 അഭിജിത്ത് മുഹൂർത്തം ഈ ആഴ്ചയിൽ ഉച്ചയ്ക്ക് 12:04 മുതൽ 12:52 വരെയാണ്. ഇനി ഈ ആഴ്ചയിലെ കൃത്യമായ രാഹുകാലം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം. 30/3/2025 ഞായറാഴ്ച രാഹുകാലം വൈകിട്ട് 5:01 മുതൽ 6:31 വരെയാണ്. 31/3/2025 തിങ്കളാഴ്ച രാവിലെ 7:56 മുതൽ 9:26 വരെയാണ്. 1/4/2025 ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ 5 വരെയാണ്. 2/4/2025 ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:28 മുതൽ 1:58 വരെയാണ്. 3/4/2025 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:59 മുതൽ 3:29 വരെയാണ്. 4/4/2025 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 10:57 മുതൽ 12:27 വരെയാണ്. 5/4/2025 ശനിയാഴ്ച രാവിലെ 9:26 മുതൽ 10:56 വരെയാണ്. ഈ പറഞ്ഞിട്ടുള്ള രാഹുകാലം അതാത് ദിവസത്തെ കൃത്യമായ സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമയത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്. കലണ്ടറിലും മറ്റും കൊടുത്തിരിക്കുന്ന രാഹുകാലം സൂര്യോദയം രാവിലെ 6 മണി എന്നും സൂര്യാസ്തമയം വൈകിട്ട് 6 മണി എന്നും അടിസ്ഥാനമാക്കിയുള്ള ശരാശരി രാഹുകാലമാണ്. രാഹുകാലം യാത്രയ്ക്ക് വർജ്യമാകുന്നു. ഇനി ഈ ആഴ്ചയിലെ 27 നക്ഷത്രക്കാരുടെയും ആഴ്ചഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഴ്ചഫലങ്ങൾ പറയുന്നതിന് മുമ്പായി പറയാനുള്ളത്, ഇതിൽ പറയുവാൻ പോകുന്ന പൊതുവായ ഗുണദോഷ ഫലങ്ങൾ ഇപ്പോൾ ഓരോരുത്തർക്കും നടന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രദശാഫലങ്ങളുടെയും അപഹാരഫലങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാവുന്നതാണ്. ഇപ്പോൾ നല്ല നക്ഷത്രദശയോ അപഹാര സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതിൽ പറയുന്ന ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരാതെ കടന്നുപോകും. നക്ഷത്രദശയോ അപഹാരമോ ദോഷപ്രദമാണെങ്കിൽ മാത്രമേ ഇതിൽ പറയുന്ന ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയുള്ളൂ. അതുപോലെ തന്നെ നക്ഷത്രദശയും ഇതിൽ പറയുന്ന ഗ്രഹചാരവശാലുള്ള ഫലങ്ങളും രണ്ടും കൂടി നല്ലതാണെങ്കിൽ ഏറ്റവും നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും. ഓരോ ഗ്രഹങ്ങളുടെയും പ്രത്യേകമായി പറയുന്ന ഗ്രഹചാര ഫലങ്ങളും ഈ വീഡിയോയിൽ പറയുന്ന ഫലങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടാകാം. അതിന് കാരണം ഇതിൽ പറയുന്ന ആഴ്ചഫലങ്ങൾ 9 ഗ്രഹങ്ങളുടെയും ഗുണദോഷ ഫലങ്ങളെ ക്രോഡീകരിച്ചാണ്. ഓരോ ഗ്രഹത്തിൻ്റെയും ഗ്രഹചാര ഫലങ്ങൾ പ്രത്യേകമായി പറയുമ്പോൾ അതിൽ പറയുന്ന ഗ്രഹത്തിൻ്റെ മാത്രം ഗുണദോഷ ഫലങ്ങളായിരിക്കും പറയുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇന്നത്തെ ആദ്യത്തെ ആഴ്ചഫലത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സ്വന്തം പ്രവൃത്തി ഗുണത്താലും സന്താനങ്ങളിൽ നിന്നും മൂത്ത സഹോദരീ സഹോദരങ്ങളിൽ നിന്നും ധനലാഭം സിദ്ധിക്കാവുന്നതാണ്. കുടുംബത്തിൽ നിന്നും സന്തോഷാനുഭവങ്ങളും സുഖവും കൈവരും. ഇവർക്ക് വിദ്യാഗുണമുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയും ഉയർന്ന വിജയസാധ്യതയുമുണ്ട്. കാര്യമായ ശാരീരിക ബുദ്ധിമുട്ടുകളോ രോഗദുരിതങ്ങളോ ഉണ്ടാവുകയില്ല. സ്ത്രീകളിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇളയ സഹോദരങ്ങളുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. ജോലിയിൽ സ്ഥാനചലനത്തിനോ ഗൃഹം മാറി താമസിക്കുന്നതിനുള്ള യോഗമുണ്ട്. ചിലർക്ക് ജോലി സംബന്ധമായി വിദേശത്തേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ പോകാനുള്ള സാധ്യതയുമുണ്ട്. വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭത്തിൽ അല്പം ഇടിവ് സംഭവിക്കാം. ഇവർക്ക് 29/3/2025 മുതൽ 7 ശനിയുടെ തുടക്കമാണ്. ഇവർക്ക് ഈ ആഴ്ചയിൽ തിങ്കൾ, ചൊവ്വ, വെള്ളി, ശനി എന്നീ ദിവസങ്ങൾ മെച്ചപ്പെട്ട ദിവസങ്ങളാകുന്നു. രണ്ടാമതായി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ച 2-കാൽ നക്ഷത്രക്കാർക്ക് കണ്ടകശനി മാറി ശനി അതിൻ്റെ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ രംഗത്തെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി തൊഴിൽ രംഗം കൂടുതൽ ശോഭനമായി തീരും. ജോലിയിൽ സ്ഥാനക്കയറ്റമോ സ്ഥാനമാനങ്ങളോ
കിട്ടാമെങ്കിലും ഇപ്പോൾ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഉദ്യോഗക്കയറ്റവും മറ്റും സ്ഥലം മാറ്റത്തിലൂടെയും ആകാം. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണം. കുടുംബകലഹം ഉണ്ടാകാതെയും സൂക്ഷിക്കുക. ഈ സമയം സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. പുതിയ ഗൃഹനിർമ്മാണമോ അറ്റകുറ്റപ്പണികളോ വാഹനം വാങ്ങുകയോ ചെയ്യാം. ജനങ്ങളിൽ നിന്നുള്ള സ്നേഹാദരങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ധനനഷ്ടമുണ്ടാകാതെ സൂക്ഷിക്കുക. ഈ ആഴ്ചയിൽ ഇവർക്ക് ഞായർ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങൾ കൂടുതൽ അനുകൂലമായ ദിവസങ്ങളായിരിക്കും. മൂന്നാമതായി മകയിരം നക്ഷത്രം 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർന്ന നക്ഷത്രം 1, 2, 3 പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ജോലി സംബന്ധമായ കാര്യമായ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതയില്ല. എങ്കിലും ഇവർക്ക് കർമ്മഭാവത്തിലെ കണ്ടകശനി സമയം തുടങ്ങിയിരിക്കുന്നതിനാൽ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം. സ്വന്തം പരിശ്രമത്താലുള്ള ധനലാഭമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ചിലർക്ക് പുതിയ ജോലി കിട്ടുകയോ സ്ഥാനക്കയറ്റത്തോടു കൂടിയ സ്ഥലം മാറ്റം ഉണ്ടാവുകയോ ചെയ്യാം. കൃഷി സംബന്ധമായ ജോലികളിലും ക്ഷീര വ്യവസായങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി കൂടുതൽ പ്രവർത്തിക്കേണ്ടി വന്നേക്കാം. ധനപരമായ ഇടപാടുകളിൽ ധനനഷ്ടമുണ്ടാകാതെ സൂക്ഷിക്കുക. കളത്രവുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഈ ആഴ്ചയിലെ ഞായർ, തിങ്കൾ, ചൊവ്വ, വെള്ളി, ശനി എന്നീ ദിവസങ്ങൾ ഭേദപ്പെട്ട ദിവസങ്ങളായിരിക്കും. നാലാമതായി പുണർന്ന നക്ഷത്രം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ കർക്കിടകക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഭദ്രതയുള്ള ഒരാഴ്ചയാണിത്. ധനപരമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല. ഭാഗ്യവർദ്ധനവും ഭാഗ്യത്താലുള്ള ധനലാഭവും ഉണ്ടാകും. സന്താനങ്ങൾ വഴിയുള്ള സാമ്പത്തിക നേട്ടങ്ങളും കുടുംബത്തിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകും. ദോഷങ്ങൾ കോപിച്ചുണ്ടാകാവുന്ന രോഗങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഈ സമയം ഇവർ പുതിയ വീട് വയ്ക്കുന്നതിനോ വീട് മോടി പിടിപ്പിക്കുന്നതിനോ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനോ ഉള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി ചേർച്ചക്കുറവുണ്ടാകാം. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. ഇവർക്ക് 29/3/2025 മുതൽ അഷ്ടമശനിയിൽ നിന്നും മോചനം കിട്ടുമെങ്കിലും ശനിയെ കൊണ്ട് കാര്യമായ ഗുണഫലങ്ങൾ കിട്ടുകയില്ല. കുടുംബകലഹങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ശമനമുണ്ടാകും. ഈ ആഴ്ചയിലെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങൾ ഇവർക്ക് നല്ല ദിവസങ്ങളായിരിക്കും. അഞ്ചാമതായി മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ കായികാധ്വാനം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനപരമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ലെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഭൂമി ക്രയവിക്രയങ്ങൾ വഴിയുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകാം. സഹോദരങ്ങളിൽ നിന്നുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകാം. കളത്രവുമായി സ്വരച്ചേർച്ച ഉണ്ടാകാതെയും കളത്രത്തിനും തനിക്ക് തന്നെയും രോഗദുരിതങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കുക. ഇവർക്ക് ഈ ആഴ്ചയിൽ ജോലി സംബന്ധമായി സ്ഥലം മാറി താമസിക്കേണ്ടതായി വന്നേക്കാം. വീട്ടാവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളോ മറ്റ് ഗൃഹോപകരണങ്ങളോ വാങ്ങുന്നതിനും സ്ത്രീകളിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. ഇവർക്ക് കണ്ടകശനി മാറി 29/3/2025 മുതൽ അഷ്ടമശനി തുടങ്ങുകയാൽ ചെയ്യുന്ന പ്രവൃത്തികളിലും ആരോഗ്യകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ വേണം. ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇവർക്ക് നല്ല ദിവസങ്ങളായിരിക്കും. ആറാമതായി ഉത്രം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ സാമ്പത്തികമായി കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. സന്താന സംബന്ധമായതും പിതൃതുല്യരായവരെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും. കളത്രം വഴിയുള്ള ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കും. എങ്കിലും കളത്രവുമായി കലഹമുണ്ടാകാതെ സൂക്ഷിക്കുക. വിവാഹാദി മംഗളകർമ്മങ്ങളിലും ഉത്സവാദികളിലും പങ്കെടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. തീർത്ഥാടനത്തിന് പോകാനുള്ള സാധ്യതയുമുണ്ട്. വ്യാപാര വ്യവസായങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർ അവരുടെ തൊഴിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. പുതിയ വീട് നിർമ്മിക്കുന്നതിനോ ഗൃഹപ്രവേശത്തിനോ ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനോ ഉള്ള സാധ്യതയുണ്ട്. മാതാവിനെ കൊണ്ടും ബന്ധുജനങ്ങളെ കൊണ്ടുമുള്ള സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാം. ഇവർക്ക് 29/3/2025 മുതൽ കണ്ടകശനി സമയമാകയാൽ കളത്ര സംബന്ധമായ വിഷയങ്ങളിലും വ്യാപാര വ്യവസായങ്ങളിലും കൂടുതൽ ജാഗ്രത വേണം. ഈ ആഴ്ചയിലെ ഞായർ, വെള്ളി, ശനി എന്നീ ദിവസങ്ങൾ കൂടുതൽ അനുകൂലങ്ങളായ ദിവസങ്ങളായിരിക്കും. ഏഴാമതായി ചിത്തിര നക്ഷത്രം 3-4 പാദങ്ങൾ, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽ ലാഭവും മത്സര പരീക്ഷകളും മറ്റും എഴുതുന്നവർക്ക് അതിൽ വിജയസാധ്യതയും കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധിയുമുണ്ടാകാം. അവിവാഹിതർക്ക് വിവാഹാലോചനകൾ വരുന്നതിനോ വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ധനപരമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ലെങ്കിലും ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത വേണം. അതുപോലെ വളരെ നാളുകളായി രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ ശമനമുണ്ടാകും. സഹോദരന്മാരുമായുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. ഇവർക്ക് ഈ ആഴ്ചയിലെ ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങൾ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് തരക്കേടില്ലാത്ത ദിവസങ്ങളാകുന്നു. എട്ടാമതായി വിശാഖം നക്ഷത്രം
4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ വൃശ്ചികക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ധനപരമായി കൂടുതൽ നേട്ടങ്ങളുണ്ടാവുകയും കളത്രത്തിൽ നിന്നോ സന്താനങ്ങളിൽ നിന്നോ അഥവാ വ്യാപാര വ്യവസായങ്ങളിൽ നിന്നോ ധനപ്രാപ്തിയും ഉണ്ടാകും. ജനങ്ങളിൽ നിന്നുള്ള സ്നേഹാദരങ്ങളും ഗൃഹസുഖവും കളത്രസുഖവും ഉണ്ടാകും. വിദേശവാസത്തിനോ ഉല്ലാസയാത്രകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സന്തോഷത്തിനും ഗുരുജനങ്ങളുമായുള്ള സംസർഗത്തിനും സാധ്യതയുണ്ട്. ചിലർക്ക് സന്താനങ്ങൾക്കോ ബന്ധുജനങ്ങൾക്കോ രോഗദുരിതത്തിനുള്ള സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. ഈ സമയം ഏതെങ്കിലും സ്ഥാനപ്രാപ്തിക്കും യോഗമുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇവർക്ക് ഈ ആഴ്ചയിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങൾ നല്ല ദിവസങ്ങളാകുന്നു. 9-ാമതായി മൂലം, പൂരാടം, ഉത്രാടം, 1-ാം പാദം എന്നീ ധനുക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ബന്ധുജനങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്കും സൗഹൃദത്തിനും ഇടവരികയും ബന്ധുക്കളെ കൊണ്ടുള്ള സഹായങ്ങളും ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്നതിനും യോഗമുണ്ട്. ഈ സമയം ഗൃഹസംബന്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും സാധ്യതയുണ്ട്. എന്നാൽ ഇവർക്ക് 29/3/2025 മുതൽ കണ്ടകശനി തുടങ്ങുന്നതിനാൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കുറച്ച് സൂക്ഷ്മത പുലർത്തണം. മാതാവിൻ്റെയോ മാതൃതുല്യരായവരുടെയോ ആരോഗ്യകാര്യത്തിലും സ്വന്തം ആരോഗ്യകാര്യത്തിലും കൂടുതൽ ശ്രദ്ധ വേണം. ഇവർക്ക് ചിലപ്പോൾ കളത്രത്തെ വിട്ടുനിൽക്കേണ്ട അവസ്ഥ വരികയോ അന്യദേശവാസത്തിനോ സാധ്യതയുണ്ട്. ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ അനുകൂലപ്രദങ്ങളാകുന്നു. 10-ാമതായി ഉത്രാടം നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1-2 പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഏഴരശനി പൂർണ്ണമായും മാറിക്കിട്ടിയ സമയമാണ്. ഇവർക്ക് ഈ ആഴ്ചയിൽ മികച്ച ജോലി സാധ്യതയോ മറ്റു പദവികളോ കിട്ടുന്നതിനും ഭൂമി സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നതിനും ധൈര്യവർദ്ധനവിനും വീട്ടാവശ്യങ്ങൾക്കും മറ്റുമുള്ള ചെമ്പുപാത്രങ്ങൾ മുതലായവ വാങ്ങുന്നതിനും യോഗമുണ്ട്. ഇവരുടെ ധനസ്ഥിതി ഈ ആഴ്ച മികച്ചതായിരിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള മനസുഖവും സഹോദരന്മാരെ കൊണ്ടുള്ള മനസുഖവും അനുഭവത്തിൽ വരും. കളത്രത്തെ കൊണ്ടും സ്ത്രീജനങ്ങളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ജനങ്ങളാലുള്ള സ്നേഹ ബഹുമാനങ്ങളും നാൽക്കാലികളിൽ നിന്നും കൃഷിയിൽ നിന്നുമുള്ള ആദായവർദ്ധനവും നല്ല ആരോഗ്യസ്ഥിതിയും ഉണ്ടാകും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ഈ ആഴ്ചയിലെ ഞായർ, വെള്ളി, ശനി എന്നീ ദിവസങ്ങൾ കൂടുതൽ അനുകൂല ദിവസങ്ങളായിരിക്കും. 11-ാമതായി അവിട്ടം നക്ഷത്രം 3-4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് 29/3/2025 മുതൽ ജന്മശനി മാറി ശനി അതിൻ്റെ ഏറ്റവും ദോഷം കുറഞ്ഞ ഏഴരശനിയിലെ 3-ാം ചരണത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ കഷ്ടപ്പാടുകളിൽ നിന്നും കുറച്ച് ആശ്വാസം കിട്ടും. ശുക്രന്റെ ധനഭാവത്തിലെ സ്ഥിതി മൂലം ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാര്യമായി ഉണ്ടാകുവാൻ ഇടവരികയില്ല. ഈ സമയം കുടുംബസുഖവും വിദ്യാനൈപുണ്യവും ഉണ്ടാകും. എന്നാൽ ജനങ്ങളുമായി കലഹം ഉണ്ടാകാതെ സൂക്ഷിക്കുക. സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങളും ലഭിക്കാം. ഗൃഹസംബന്ധമായ കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഈ ആഴ്ചയിലെ തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങൾ ഇവർക്ക് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും. 12-ാമതായി പൂരുരുട്ടാതി നക്ഷത്രം 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് 29/3/2025 മുതൽ ഏഴരശനിയിലെ കൂടുതൽ കഷ്ടതകൾ നിറഞ്ഞ ജന്മശനി സമയമാണ്. എങ്കിലും ജന്മത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഇവർക്ക് ശയനസുഖത്തിനും കളത്രസുഖത്തിനും വിശിഷ്ട സ്ത്രീകളുമായുള്ള സംസർഗത്തിനും സാധ്യതയുണ്ട്. രുചികരമായ ഭക്ഷണവിഭവങ്ങൾ കിട്ടുന്നതിനും വസ്ത്രാഭരണങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ കിട്ടുന്നതിനുമുള്ള സാധ്യതയുണ്ട്. ധനസ്ഥിതി കുഴപ്പമില്ലായെങ്കിലും ധനപരമായ ഇടപാടുകളിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തണം. ഈ സമയം തൊഴിൽ തടസ്സങ്ങളോ സ്ഥലം മാറ്റമോ വീട് മാറി താമസിക്കേണ്ട അവസ്ഥ വരികയോ സ്വജനങ്ങൾക്ക് അരിഷ്ടതയോ രോഗദുരിതങ്ങളോ ഉണ്ടാകാം. ഈ ആഴ്ചയിലെ ഞായർ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഭേദപ്പെട്ട ദിവസങ്ങളായിരിക്കും. ഇതൊക്കെയാണ് 27 നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ആഴ്ചഫലങ്ങൾ. ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഭാഗ്യകാലം തുടങ്ങുന്നു എന്ന വീഡിയോയ്ക്ക് താഴെ പാലക്കാട്ട് നിന്നും ഐശ്വര്യയാണ്. തൊഴിൽ വല്ലാത്ത തടസ്സങ്ങൾ അത് ഈ വർഷം മാറിക്കിട്ടുമോ എന്നാണ് ചോദ്യം. ഐശ്വര്യയ്ക്ക് ഇപ്പോൾ ചാരവശാൽ കർമ്മഭാവത്തിലെ കണ്ടകശനി സമയമാണ്. അതാണ് തൊഴിൽ തടസ്സങ്ങൾക്ക് പ്രധാന കാരണം. ഈ കണ്ടകശനി 29/3/2025 മുതൽ മാറി ശനി നല്ല ഭാവത്തിലേക്ക്, അതായത് അതിൻ്റെ 11-ാം ഭാവത്തിലേക്ക് വരികയാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ 17/12/2024 മുതൽ 16/12/2040 വരെ നീചഭംഗത്തിൽ നിൽക്കുന്ന ലഗ്നാധിപനായ വ്യാഴത്തിൻ്റെ ദശാസമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഴം ഈ ജാതകത്തിൽ കർമ്മസ്ഥാനാധിപനായ ഗ്രഹവുമാണ്. കർമ്മസ്ഥാനാധിപൻ നീചഭംഗ രാജയോഗത്തിൽ നിൽക്കുന്ന കാരണം ആദ്യം ജോലി കാര്യങ്ങളിൽ കുറച്ച് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം നേരെയാകും. ലഗ്നാധിപനും
കർമ്മസ്ഥാനാധിപനുമായ വ്യാഴമാകയാൽ രത്നധാരണം നടത്തുന്നത് ഉത്തമമായിരിക്കും. മഞ്ഞ പുഷ്യരാഗ രത്നം സ്വർണ്ണമോതിരത്തിൽ കെട്ടി ധരിക്കുക. രത്നധാരണ വിധിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി പുഷ്യരാഗ രത്നധാരണത്തെക്കുറിച്ചുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. 29/3/2025 മുതൽ കണ്ടകശനി മാറുന്നതോടുകൂടി തൊഴിൽ രംഗത്തെ കൂടുതൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. അതിനുശേഷം വ്യാഴദശയുടെ ആദ്യത്തെ 4 വർഷം കഴിയുമ്പോഴേക്കും ബാക്കി തടസ്സങ്ങളും മാറിക്കിട്ടി കർമ്മരംഗങ്ങളിൽ കൂടുതൽ ശോഭിക്കുവാൻ പറ്റുന്ന സമയമായിരിക്കും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്. അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.